കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗവും കേന്ദ്ര മന്ത്രിസഭയിലെ സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി ആലപ്പുഴയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരത്തെയുമെല്ലാം അവഹേളിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. മാധ്യമങ്ങളിലൂടെയാണ് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങേയറ്റം അപക്വവും ബാലിശവുമായ ഒരു പ്രസ്താവനയാണ്. സമരങ്ങൾ കൊണ്ടാണ് ആലപ്പുഴ പിന്നോട്ടേക്ക് പോയതെന്നും കമ്മ്യൂണിസ്റ്റ് സമരങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഉള്ള അറിവില്ലായ്മയാണ്. രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും പഠിക്കാതെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖമായ പദവികളിലേക്ക് അദ്ദേഹം എത്തിയതിന്റെയും പരിണിത ഫലമാണ് ഇത്രമേൽ അവാസ്തവമായ അബദ്ധജടിലമായ ഒരു പ്രസ്താവന നടത്തുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്, അതിന് കാരണമായി തീർന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആലപ്പുഴയിൽ ഉജ്ജ്വലമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉൾപ്പുളകം സമ്മാനിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളായി നിൽക്കുകയാണ്. ആലപ്പുഴ കണ്ട അല്ലെങ്കിൽ തിരുവിതാംകൂർ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ സമരം പുന്നപ്ര-വയലാർ സമരമാണ്. പുന്നപ്ര-വയലാർ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഏറ്റവും പ്രമുഖരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതേ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ശ്രീ സി നാരായണപിള്ളയുടെ തിരുവിതാംകൂറിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിനകത്തും കുമ്പളത്ത് ശങ്കപ്പിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിലും പുന്നപ്ര-വയലാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സമരത്തിൽ പ്രകടിപ്പിച്ച ധീരതയെക്കുറിച്ചും ആ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യത്തെക്കുറിച്ചും അങ്ങേയറ്റം ആദരവോടുകൂടിയിട്ടാണ് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്ന ഏതൊരാളും നാടിനെക്കുറിച്ചും തങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചുമെല്ലാമുള്ള ഒരു ധാരണയും ബോധ്യവും ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രാഥമികമായ കാര്യമാണ്. ആ പ്രാഥമിക പാഠങ്ങൾ പോലും, രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അഭ്യസിക്കാതെയാണ് ഉന്നതമായ ചില പദവികളിലേക്ക് ശ്രീ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപക്വമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ആവർത്തിച്ചുണ്ടാവുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ അപക്വമായ പ്രതികരണം മാത്രമല്ല, അപക്വമായ പ്രതികരണങ്ങൾക്ക് പ്രസിദ്ധനാണ് ശ്രീ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അതൊട്ടും മോശമായി തീരുകയില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പുന്നപ്ര-വയലാർ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രമുഖമായ സമരമായിരുന്നു. ആലപ്പുഴ കണ്ട അല്ലെങ്കിൽ തിരുവിതാംകൂർ കണ്ട ഏറ്റവും പ്രമുഖമായ സമരം നിരവധിയായ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനുള്ള ഒരു സമരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആലപ്പുഴയിലെ തൊഴിലാളി വർഗവും പങ്കാളികളായത്. ആ സമരങ്ങളെല്ലാം ഏറ്റവും മോശപ്പെട്ട സമരങ്ങളാണ്. ആലപ്പുഴയെ പിന്നോട്ടടിച്ചത് ഇത്തരം സമരങ്ങളാണ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ മാത്രം വരുന്നതാണ്. ഐതിഹാസികമായ പുന്നപ്ര-വയലാർ സമരം ഉണ്ടാവുന്നത് തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാൻ പോകുന്നു എന്ന് അന്നത്തെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള സമരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറങ്ങിത്തിരിച്ചത്. സഖാവ് ടി വി തോമസ് അടക്കമുള്ളവർ നേതൃത്വം കൊടുത്ത ആ സമരം ഉൾപ്പുളകത്തോടുകൂടി മാത്രം ഓർക്കാനും പറയാനും കഴിയുന്ന ഒന്നാണ്. ആ സമരത്തെ പരാജയപ്പെടുത്താനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ച സർ സി പി രാമസ്വാമിയർക്ക് എല്ലാ അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് ടെലഗ്രാം അടിച്ച നേതാക്കന്മാർ പോലും അന്ന് രാജ്യത്ത് ഉണ്ടായിരുന്നു. സവർക്കർ അടക്കമുള്ള ആൾക്കാരുടെ നിലപാട് അതായിരുന്നു എന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ആലപ്പുഴയിൽ ഈ സമരത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകൈയിൽ ആലപ്പുഴയിൽ കണ്ട വികസന മുന്നേറ്റങ്ങൾ വിവരണാതീതമാണെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. വികസനങ്ങളെയും വ്യാവസായിക മേഖലയുമെല്ലാം തകർക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുമ്പോൾ കേരളം ഇന്നും കാണുന്ന തലയെടുപ്പോടുകൂടി കേരളത്തിൽ നിലനിൽക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണകാലത്ത് വന്നവയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങൾക്കും സമീപ പ്രദേശങ്ങളിൽ ഉള്ളവയ്ക്ക് തന്നെയും മാതൃകയാകുന്ന തരത്തിലേക്ക് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വ്യാവസായികമായ മുന്നേറ്റമുണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ കഴിഞ്ഞു എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞാൻ നേരത്തെ സഖാവ് ടി വി തോമസിന്റെ പേര് ഇവിടെ പറയുകയുണ്ടായി. സഖാവ് ടി വി തോമസ് കേരളത്തിന്റെ വ്യവസായ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കാലത്ത് എണ്ണം പറഞ്ഞ വ്യവസായ സ്ഥാപനങ്ങൾക്ക്
തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അത് ആലപ്പുഴയിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. നമുക്ക് ആവശ്യമായ മരുന്നുകൾ ഉണ്ടാക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറി. സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് മരുന്നുകളുടെ കാര്യത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ പല രാജ്യങ്ങളുടെയും മുമ്പിലേക്ക് കൈനീട്ടിയ കാര്യങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരു രാജ്യവും നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. അന്ന് സോവിയറ്റ് യൂണിയൻ നമ്മളെ സഹായിച്ചതെല്ലാം ആ ചരിത്രത്തിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഒരു ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുമ്പോൾ തന്നെ കേരളത്തിന്റേതായ ഒരു സ്ഥാപനം ഇത്തരത്തിൽ വേണം എന്ന അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ KSDP എന്ന സ്ഥാപനം ആലപ്പുഴയിൽ അതിന് തുടക്കം കുറിക്കുന്നത്. മരുന്ന് നിർമ്മാണത്തിന് പൊതുമേഖലയിൽ ഒരു സംവിധാനം, ആ കാര്യത്തിൽ അതുണ്ടാവുന്നതോടുകൂടി സാധാരണക്കാരന്റെ ചികിത്സ എന്നത് ചെലവേറിയ ഒന്നായി തീരാനുള്ള ഒരു സാധ്യതയെ ഒന്ന് തടയിടുന്നതിന് ഉപകരിക്കുന്ന തരത്തിലാണ് പൊതുമേഖലയിലെ മരുന്ന് നിർമ്മാണശാല വന്നത്. സിൽക്ക്, ഓട്ടോകാസ്റ്റ്, കയർ കോർപ്പറേഷൻ, ഫോമാറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ്, കേരള സ്പിന്നേഴ്സ്, കയർഫെഡ്, മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റികൾ, അരൂരിലെ കെൽട്രോൺ യൂണിറ്റ്, ഇതെല്ലാം ആലപ്പുഴയിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിന്ന ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങളാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എന്തെങ്കിലും തരത്തിൽ പുറകോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നീട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ നയങ്ങളുടെ മാറ്റമാണ്. ആഗോളവൽക്കരണത്തിന്റെ നയങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് അധികാരത്തിലിരുന്ന അവസരത്തിലും പിന്നീട് അതിനുശേഷം ഇപ്പോൾ ഇരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും ഇത്തരം സ്ഥാപനങ്ങളെല്ലാം കൈയൊഴിയുകയും അവർ നടപ്പിലാക്കുന്ന നയങ്ങളുടെയും പരിപാടികളുടെയും ഭാഗമായിട്ടാണ് ഇതിൽ പല സ്ഥാപനങ്ങൾക്കും പ്രതിസന്ധി നേരിടുന്ന തരത്തിലേക്ക് എത്തുക. അപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ഈ സ്ഥാപനങ്ങളെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ട്. അപ്പൊ KSDP അടക്കമുള്ള കാര്യത്തിൽ അതെല്ലാം ഉദാഹരണങ്ങളാണ്. ശ്രീ സുരേഷ് ഗോപി ആലപ്പുഴയിലൂടെ രണ്ട് സൈഡും ഒന്ന് നോക്കി യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഈ KSDPയും ഓട്ടോകാസ്റ്റും സിൽക്കും എല്ലാം അവിടെ നിൽക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. ആലപ്പുഴയിൽ ഒന്ന് ഇറങ്ങി അവിടെ എല്ലാം ഒന്ന് നോക്കിക്കാണാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കയർഫെഡ് അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു, കയർ കോർപ്പറേഷൻ കാണാൻ കഴിയുമായിരുന്നു. ഇതേപോലെയുള്ള നിരവധിയായ സ്ഥാപനങ്ങൾ ആലപ്പുഴയിൽ സ്ഥാപിച്ചതിനെ കുറിച്ച് കാണാൻ കഴിയുമായിരുന്നു. ഏതെങ്കിലും ഒരു തൊഴിൽ സമരത്തിന്റെ ഭാഗമായല്ല ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അതിൽ പ്രയാസങ്ങൾ ഉണ്ടായത് എന്നതും കേന്ദ്ര ഗവൺമെന്റിന്റെ വികലമായ നയങ്ങളാണ് പൊതുമേഖലയെ കൈയൊഴിയുന്ന ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്ന നയങ്ങളാണ് നമ്മുടെ പൊതുമേഖലാ സംവിധാനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയത് എന്നും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. ഈ ധാരണയെ ഉൾക്കൊള്ളാതെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ശ്രീ സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രസ്താവനകളെല്ലാം ഉണ്ടാവുന്നത്. ഇപ്പൊ മിനിമം എക്സ്പോർട്ട് പ്രൈസിന്റെ കാര്യത്തിൽ നമ്മുടെ ഇതിന്റെ ഒരു മറ്റ് സംവിധാനങ്ങൾ റിബേറ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യത്തിലെല്ലാം ക്വാളിറ്റി കൺട്രോളിന്റെ എല്ലാം കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിക്കുന്ന നയങ്ങൾ നമ്മുടെ കയറ്റുമതിയെ പോലും വളരെ ബുദ്ധിമുട്ടിലേക്കെല്ലാം ആഴ്ത്തുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെല്ലാം കയർ മേഖല അടക്കമുള്ളതിൽ പ്രതിനിധിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉള്ളപ്പോഴും ആ മേഖലയെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. അവിടെ സഹായിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വമുള്ള കേന്ദ്രത്തിന്റെ ഭരണകൂടം കേവലം കാഴ്ചക്കാരായി മാത്രം നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ അവരെ ഒന്ന് ഇടപെടുത്തിക്കാണോ ഈ മേഖലയെ സഹായിക്കുന്നതിനോ അല്പം പോലും ഇടപെടൽ ശ്രീ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അദ്ദേഹം എല്ലാം കുറ്റപ്പെടുത്തുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് സകല കുഴപ്പങ്ങളുടെയും കാരണം എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ പറയുന്ന ഇവർക്കും ഇവരുടെ ഭാഗത്തു നിന്ന് എന്ത് ഇടപെടലാണ് ഇതിനുവേണ്ടി നടത്തിയത് എന്ന് കൂടി അവർ എല്ലാം പറയേണ്ടതുണ്ട്.